ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോരോ വാർത്തകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. 3-4 ദിവസം മുമ്പ് ശ്രീനന്ദയുടെ വാർത്തയായിരുന്നു കേട്ടത്, ആ ഒരു കുട്ടിയുടെ മരണവുമായിട്ട്. പിന്നെ അതിനുശേഷം നിതിൻ രാജ്, പിന്നെ ഇപ്പോൾ അടുത്തത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം, അതുപോലെയുള്ള ഒരു മരണമാണ് കേൾക്കാൻ കഴിഞ്ഞത്. കോഴിക്കോട് മൂഴിക്കലിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ ഒരുത്തൻ അരുംകൊല ചെയ്ത ഒരു വാർത്ത കേൾക്കാൻ കഴിഞ്ഞു. 20 വയസ്സായ അദ്നാൻ എന്ന ഒരു പയ്യൻ ഈ നസ്രിയ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. അത് അവര് ബന്ധുക്കാരായിരുന്നു, അനിയത്തി ജ്യേഷ്ഠത്തി മക്കൾ, സഹോദരിയും സഹോദരനുമാണ്. ഇവന് വൈരാഗ്യത്തിന്റെ പേരിലാണ് ഈ അദ്നാൻ ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. നസ്രീനയുടെ വീട്ടിലേക്ക് രാത്രി 8 മണിയോടുകൂടി ഈ പയ്യൻ വീട്ടിലേക്ക് ചെല്ലുകയും എന്നിട്ട് അവിടെ പതുങ്ങിയിരുന്നു. അവിടെ ഈ വിഷുവിൻ്റെ ആഘോഷങ്ങളൊക്കെ അവർ വെളിയിൽ ഇങ്ങനെ നടക്കുന്ന സമയമായിരുന്നു. പതുങ്ങിയിരുന്നതിന് ശേഷം പെൺകുട്ടി റൂമിലേക്ക് വരുന്നു. എപ്പോഴോ റൂമിലേക്ക് കയറി വരുന്നു. മുകളിലത്തെ നിലയിലാണ്. താഴത്തെ നിലയിൽ ഇതിൻ്റെ ഉമ്മായും അനിയനും. ഈ പെൺകുട്ടി മുകളിലത്തെ നിലയിലാണ് കിടന്നത്. ആ റൂമിലേക്ക് വരികയും അവിടെ പതുങ്ങിയിരുന്നു കൊണ്ട് ഈ പെൺകുട്ടിയെ ഷോള് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് വൈരാഗ്യത്തിൻ്റെ പുറത്തതാണ്. അപ്പം ഇവൻ കയറി വരുന്ന CCTV ദൃശ്യം, ആ വീട്ടിൽ ഫുള്ള് CCTV ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവൻ കൃത്രിമം കാണിച്ചു. ആ CCTV മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് കാണാം. അപ്പോഴും അതിൽ കുറച്ച് ഭാഗം തെളിഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് കാണാം, ആ വീട്ടിലേക്ക് കയറി വരുന്നത്. സ്റ്റോർ റൂമിൻ്റെ ആ ഭാഗത്തൂടെ പുള്ളിക്കാരൻ മുകളിലോട്ട് നോക്കുകയാണ്. എന്നിട്ട് കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്നു. അത് മറച്ചു വയ്ക്കാനുള്ള ശ്രമങ്ങൾ. ഈ പുള്ളിക്കാരൻ വീട്ടിൻ്റെ ബാക്ക് വശത്തൂടെ വന്നിട്ട് ഫ്രണ്ടിൽ അവർ വീട്ടുകാർ നിൽക്കുകയാണ്, എല്ലാവരും ഉണ്ട്, ഒരു 8 മണിയോടടുപ്പിച്ച്. അപ്പോൾ ബാക്ക് വശത്തൂടെ വന്നിട്ട് പുള്ളിക്കാരൻ മുകളിലത്തെ റൂമിലോട്ട് കയറാൻ പോകുന്നു. അപ്പോൾ ഇവന് അറിയാൻ കഴിയും ആ വീട്ടിൽ CCTV ഉണ്ട് എന്നുള്ളത്. ഇവൻ മുൻപ് ആ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് പഠിച്ചതും എല്ലാം ഈ വീട്ടിലായിരുന്നു. പിന്നെയാണ് ഇവൻ്റെ സ്വഭാവത്തെപ്പറ്റി അവർക്ക് അറിയാൻ കഴിഞ്ഞത്. നിന്ന് കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നു. ഇവൻ ദുശീലങ്ങൾ തുടങ്ങി, അതായത് മയക്കുമരുന്ന്, ഇങ്ങനെയുള്ള ദുശീലങ്ങൾ തുടങ്ങി. പിന്നെ പണം മോഷ്ടിക്കാൻ തുടങ്ങി. ആ വീട്ടിൽ നിന്ന് പല ദിവസമായിട്ടും പണം മോഷണം പോയി. പിന്നെ ഇങ്ങനെയുള്ള ദുശീലങ്ങൾ ഉള്ളതായിട്ടും പണം മോഷ്ടിക്കുന്നതായിട്ടും ഈ പെൺകുട്ടി നസ്രീന എന്ന പെൺകുട്ടി കണ്ടുപിടിച്ചു. അതായത് ഇവൻ്റെ സഹോദരി പല ദിവസം പണം മോഷ്ടിക്കുന്നതും കണ്ടുപിടിച്ചു, ഇവൻ്റെ ഇങ്ങനെയുള്ള ദുശീലങ്ങളും കണ്ടുപിടിച്ചു. അപ്പോഴേ ഇവന് ആകെ വെപ്രാളമായി. 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ അങ്ങ് മിണ്ടാതെ നിൽക്കും. പിന്നെ ഇത് നിരന്തരം ഇങ്ങനെ ആയപ്പോൾ ഈ പെൺകുട്ടി വീട്ടിൽ പറയുകയും അങ്ങനെ ഇവനെ ചോദ്യം ചെയ്തു. ഇവന് അവിടെ വരരുതെന്ന് ഉപദേശിക്കുകയും പിന്നെ ഇവൻ കുറേ നാൾ അവിടെ വരില്ല. ഇവന് ഇങ്ങനെ ഇതിൻ്റെ പേരിലാണ് ഇവന് വൈരാഗ്യമുണ്ടാവുകയും പിന്നെ കുറേ നാൾ വരാതിരുന്നിട്ട് ഇപ്പം 3-4 മാസം കൊണ്ട് ആ വീട്ടിലേക്ക് വരക്കേയില്ലായിരുന്നു. പിന്നെ വന്നു. അതാണ് ഇവൻ ഒളിച്ചും പാത്തും ഇതിനകത്ത് കയറുന്നത്. അപ്പോൾ ഇനി ഈ പെൺകുട്ടിയെ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളത് അറിയാൻ വയ്യ. ഇതിന് ഷോള് കഴുത്തിൽ മുറുക്കി മുകളിലത്തെ നിലയിൽ പതുങ്ങിയിരുന്ന് ഷോള് കഴുത്തിൽ മുറുക്കി വരുത്തുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് ആ ന്യൂസ് ഒന്ന് കേൾക്കാം. കോഴിക്കോട് ചെലവൂരിൽ 16-കാരിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കി. ചെലവൂർ സ്വദേശി നസ്രീനയെ ബന്ധുവായ അദ്നാൻ കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കുകയായിരുന്നു. യുവാവിന്റെ സ്വഭാവ ദൂഷ്യം പെൺകുട്ടി കണ്ടുപിടിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് പുലർച്ചെ 5:30യോടെയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകമുണ്ടായത്. വീട്ടുകാരുടെ ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് കിടപ്പുമുറിയിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബന്ധുവായ കൊളത്ര സ്വദേശി അദ്നാനാണ് ക്രൂരകൃത്യം ചെയ്തത്. പെൺകുട്ടിയുടെ മുത്തശ്ശിയെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനും യുവാവ് ശ്രമിച്ചിരുന്നു. സഭ്യത്താത്ത കാര്യം അപ്പൊ ഞാൻ വിളിച്ചത് എന്താന്ന് അപ്പോൾ ഇങ്ങനെയാണ്. പക്ഷെ ഈ സംഭവം ഇവർ വീട്ടുകാരറിയണ രാവിലെയാണ് അറിയണതായിട്ടാണ് പറയണത്. ഈ പെൺകുട്ടിയെ എപ്പോഴോ ഇവൻ കൊലപ്പെടുത്തിയതിന് ശേഷം ഇനി താഴെ വന്നിട്ട്
ഉമ്മ താഴത്തെ റൂമിലാണ് കിടക്കുന്നത്. അവരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചു, അവരെയും കഴുത്ത് ഞെരിക്കാൻ ശ്രമിച്ചു. പിന്നെ അതിനുശേഷം ഇവർ മുകളിലത്തെ നിലയിൽ പോയി നോക്കി എന്ന് പറയുന്നു. മുകളിലത്തെ നിലയിൽ പോയി നോക്കിയപ്പോൾ ഈ പെൺകുട്ടി മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഇപ്പുറത്തെ റൂമിൽ യവനെ വലിച്ചഴച്ചിട്ട് പൂട്ടിയിട്ട് പോലീസിനെ അറിയിച്ചു. പെട്ടെന്ന് ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിട്ടും ന്യൂസുകളിൽ പറയുന്നുണ്ട്. അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ടല്ലേ? അവരെ ഉപദ്രവിക്കാൻ വന്നപ്പോഴാണ് ഇതുവരെ കണ്ടതെന്ന് തോന്നുന്നു. ഇവിടെ കള്ളം കയറിയിട്ടാണ് ആദ്യം, പിന്നീട് പറഞ്ഞ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നു. അന്നപ്പോഴാണ് ഞാൻ വീട്ടുകാരും പല ഇത് പറയുന്നു. അവർ പറയുന്നു ആദ്യം കള്ളം കയറിയതായിട്ട് തോന്നി, കൊലപാതകം നടന്നതായിട്ടും പറയുന്നു. അവരും പല ഇതുകൾ പറയുന്നു. പോലീസിന് എന്തായാലും സംശയമുണ്ട്. ഈ പയ്യനെ ഇവർ ആ റൂമിനകത്ത് ഇപ്പുറത്തെ റൂമിൽ, പെൺകുട്ടി മരിച്ചു കിടന്നതിൻ്റെ ഇപ്പുറത്തെ റൂമിലിട്ട് പയ്യനെ പൂട്ടി. അപ്പോഴും പയ്യന് ഒരു കുഴപ്പവും ഇല്ല. പിന്നീട് നോക്കുമ്പോൾ ഈ പയ്യൻ മരിച്ചു കിടക്കുന്നു. വായിലും മുഖത്തും മൊത്തത്തിൽ സെലോ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നു. വരിഞ്ഞു കെട്ടിയിട്ടാണ് മരണം. അത് വിഷം കഴിച്ചതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അതെങ്ങനെ സാധിക്കും? എന്തോ ഒരു ദുരൂഹതയുണ്ട്. അദ്നാൻ്റെ മരണത്തിൽ ഒരു ദുരൂഹതയുണ്ട്. പക്ഷേ നസ്രീനയെ കൊലപ്പെടുത്തിയത് ഈ അദ്നാനായിരിക്കും. അദ്നാൻ തന്നെയാണ് കയറിപ്പോണത് കണ്ടു. വൈരാഗ്യത്തിൻ്റെ പുറത്തായിരിക്കും. ചിലപ്പോൾ അതിന് ശേഷവും വേറെന്തെങ്കിലും ഈ പെൺകുട്ടിക്ക് ഇനി എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇനി അറിയാൻ പറ്റൂ. പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ അറിയാൻ കഴിയും ഈ പയ്യൻ എങ്ങനെയാണ് മരിച്ചത്. ഇനി വീട്ടുകാരാണോ ഇനി ഈ പെൺകുട്ടി മരിച്ചു കിടക്കുന്ന കണ്ടപ്പോൾ ഇനി അങ്ങനെ ചെയ്തതാണോ എന്നും അറിയാൻ പറ്റൂല. ബോഡി മോളെ കൊണ്ടുപോയിക്കണ്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഇച്ചിരി കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പയ്യൻ ആത്മഹത്യ ചെയ്താണോ? അതെ, ഇപ്പം പ്രിലിമിനറി ആയിട്ട് അതാണ് ഞങ്ങളുടെ ഫൈൻഡിങ്. പെൺകുട്ടി താമസിച്ചിരുന്ന ഉമ്മയുടെ വീട്ടിലായിരുന്നു ബന്ധുവായ അദ്നാനും താമസിച്ചിരുന്നത്. യുവാവിന്റെ സ്വഭാവദൂഷ്യം പെൺകുട്ടി കണ്ടുപിടിച്ചതിന് പിന്നാലെ അദ്നാനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഈ പകയാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് എന്നാണ് പറയണത്. അവന്റെ സ്വഭാവദൂഷ്യം ഈ പെൺകുട്ടിയാണ് കണ്ടുപിടിച്ച് പെൺകുട്ടി വീട്ടിലുള്ളവരടുത്ത് ഉമ്മാരടുത്ത് ഒക്കെ പറഞ്ഞതിന്റെ പേരിലാണ് ഇതിങ്ങനെ കാണിച്ചത് എന്നാണ് പറയണത്. എന്തോ യവന്റെ മരണത്തിലാണ് ഇപ്പൊ ദുരൂഹത. അത് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം യവൻ എന്തുകൊണ്ട് സ്വയം അങ്ങനെ സെലോ ടേപ്പ് ചുറ്റി മുഖത്ത് കെട്ടാൻ സാധ്യതയില്ല. പോലീസ് കതവ് തള്ളി തുറക്കുകയാണ് ചെയ്തത്. തുറന്നു നോക്കിയപ്പോൾ യവൻ സെലോ ടേപ്പ് ഫുള്ളും ചുറ്റിയിട്ട് വായിലും ഫുള്ളും ചുറ്റി മരിച്ചു കിടക്കുന്നതാണ്. അതിന് ആളുകൾ പറയുന്നുണ്ട്, നാട്ടുകാർ പറയുന്നുണ്ട് വിഷം കഴിച്ച് മരിച്ചതായിട്ടാണ്. ഇത് ഇനി ആ കുട്ടിയെ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഇവർക്ക് സഹിക്കാൻ വയ്യാതെ യവനും തീരട്ട് എന്ന് വിചാരിച്ച് വീട്ടുകാരത് ചെയ്തതാണ് എന്തോ. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിൽ തെളിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെ. യവനെ അങ്ങനെ ജീവനോടെ വിടാൻ പാടില്ല. അത് അങ്ങനെ വീട്ടുകാർ ചെയ്തെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇനി ഈ പെൺകുട്ടിയെ ഇനി യവൻ മാത്രമാണോ വക വരുത്തിയത് എന്നും അറിയാൻ വയ്യ. രാവിലെയാണ് നമ്മൾ നിൽക്കുന്ന ഈ വീട്ടിൽ രണ്ട് മൃതദേഹങ്ങൾ കാണുന്നത്. ഈ പെൺകുട്ടിയുടെ വീട്ടിലാണ് രണ്ട് മൃതദേഹങ്ങളും കണ്ടത്. പെൺകുട്ടിയുടെ ബന്ധുവായ 20-കാരനും തൂങ്ങി മരിച്ച നിലയിലുണ്ടായിരുന്നു. അതേസമയം ആ പെൺകുട്ടിയുടെ തൂങ്ങി മരിച്ചല്ലേ, വിഷം കഴിക്കുന്നത്. ഇത് വിഷം കഴിച്ച നാട്ടുകാർ പറയും. പല വാർത്തകളിൽ പല ഇതാണ് പറയണത്. കിടപ്പുമുറിയിൽ ആ കുട്ടി 16 വയസ്സുള്ള പെൺകുട്ടി ശ്വാസം മുട്ടി മരിച്ച നിലയിലായിരുന്നു. കഴുത്തിൽ ഷാൾ കുരുക്കി കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഈ 20-കാരൻ മരിച്ചത് എന്നാണ് പ്രാഥമിക വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും വലിയ നടുക്കത്തിലാണ് ഈ നാട് മൊത്തം ഉള്ളത്. ഇപ്പോൾ പോലീസ് വീട്ടിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 16-കാരിയായ ഈ കുട്ടിയും 20 വയസ്സുള്ള അദ്നാനും ബന്ധുക്കളാണ് എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്രാഥമിക വിവരം എന്ന നിലയിൽ മനസ്സിലാവുന്ന ഒരു കാര്യം, അദ്നാൻ സ്ഥിരം പ്രശ്നക്കാരനാണ് എന്നൊരു സൂചന പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നേരത്തെ 16-കാരിയുടെ ഈ വീട്ടിൽ നിന്ന് ഇയാളെ നേരത്തെ പുറത്താക്കിയിരുന്നു എന്ന് അറിയുന്നുണ്ട്. ഇന്നലെ ഇദ്ദേഹം വീട്ടിലെത്തിയത് കള്ളത്താക്കോൽ ഉപയോഗിച്ചാണ് എന്നാണ് ഇപ്പോൾ സംശയം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, വീട്ടിലെ CCTVകളെല്ലാം തന്നെ ഓഫാക്കിയ നിലയിലായിരുന്നു. CCTV ഉണ്ടായിരുന്നു, അതെല്ലാം ഓഫാക്കിയ നിലയിലായിരുന്നു. കൊലപാതകത്തിന് കാരണം അദ്നാന്റെ സ്വഭാവ ദൂഷ്യം പെൺകുട്ടി തിരിച്ചറിഞ്ഞതാണ് എന്നാണ് സൂചന. എന്തായാലും ഇവരുടെ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയ 2 മുറികളിലായിട്ടാണ് മൃതദേഹങ്ങൾ കണ്ടത്. അത് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഞെട്ടലിലാണ് ഈ കുടുംബം ഉള്ളത്. അയൽവാസികളൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരൊന്നും അത്ര വ്യക്തമായിട്ട് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇനി ഇത് തെളിയാനുണ്ട്. ഒരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലല്ലേ അവരെ കാര്യങ്ങളൊക്കെ കറക്റ്റ് തെളിയാൻ പറ്റൂ. ഏകദേശം നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. എന്തൊക്കെയോ ഒരു ദുരൂഹത അവിടെ മണക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് ഇവൻ തന്നെയാണ്. പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ സംശയമുണ്ട്. നസ്രീനയുടെ വാപ്പ ഗൾഫിലാണ്.
അവിടെ നിന്ന് തിരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു സഹോദരനുമുണ്ട്, ഇളയതാണ് സഹോദരൻ. ഈ വീട്ടിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഇവനെ അവിടെ നിർത്തിയതാണ്. ഇവൻ കുറച്ച് കൊച്ചിലേയും കണ്ട വന്ന് ഈ വീട്ടിൽ നിന്നതാണ്. അവിടെ നിന്ന് ഇവനെ തീറ്റിപ്പോറ്റി വളർത്തി ഏകദേശമൊക്കെ വലുതായി വന്നു. പിന്നെ അവിടെ നിർത്തി തന്നെ ഇവനെ പഠിപ്പിച്ചപ്പോൾ പിന്നീട് പറയേണ്ട കാര്യമില്ലല്ലോ. ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള പ്രവർത്തികൾ കുഞ്ഞുനാളിലെ മുതൽ ഉണ്ടായിരുന്നായിരിക്കാം. ഓരോ ദുശീലങ്ങൾ അവന് ഉണ്ടായിരുന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇവന് വീട് മാറ്റി നിർത്തിയതെന്നും അറിയാൻ വയ്യ. ഇവിടെ വന്നപ്പോൾ അത് ആ ഒരു വീട്ടിലുള്ളവരെ പോലും ഇല്ലാതാക്കി. ഇവർക്ക് അത്രയ്ക്ക് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഇനി ഇവനെ ഇങ്ങനെ ചെയ്തതായിരിക്കും. മോളിൽ വന്ന് നോക്കിയപ്പോൾ ഈ കുട്ടി മരിച്ചു കിടക്കുന്നു. അതുകൊണ്ട് ഇവനെ ഒരു റൂമിലോട്ടിട്ട് പൂട്ടിയിട്ട് ഇനി സെലോ ടേപ്പ് എല്ലാം കൂടെ വരിഞ്ഞ് വായിലൊക്കെ കെട്ടിയതാണോ എന്നറിയാൻ വയ്യ. അല്ലാതെ ഇവ സ്വന്തമായിട്ട് അങ്ങനെ എന്തായാലും ചുറ്റിയിട്ട് അവന് ചെയ്യേണ്ട കാര്യമുള്ളതായിട്ട് തോന്നുന്നില്ല. അതിലൊരു ദുരൂഹതയുണ്ട്. അവരാണത് ചെയ്തതെങ്കിൽ ഏറ്റവും നല്ല കാര്യം. ഇവന് നിയമത്തിൻ്റെ മുന്നിൽ വിട്ടുകൊടുത്താലും എന്താണ് ചെയ്യണം? ഓരോരുത്തരെ നിയമത്തിൻ്റെ മുന്നിൽ വിട്ടുകൊടുത്തിട്ട് എന്താണ് ശിക്ഷ അവർക്ക് കൊടുക്കണം? ഒരു ശിക്ഷയില്ല. നമ്മുടെ നിയമം ഇപ്പോൾ ശരിയല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ ആ നിതിൻ രാജിൻ്റെ ആ വിഷയം, അത് തന്നെ കണ്ടില്ലേ? ആ കുട്ടിയെ വക വരുത്തിയതാണ്, ആ സ്കൂളിലെ സാറന്മാർ വക വരുത്തിയതാണ്. എന്നിട്ട് എന്തായി? അവന്മാരെ ഇല്ലല്ലോ. എല്ലാവരും ഇത് പോലീസുമാരായിരുന്നാലും ഇതിന് പണമുള്ളവരുടെ പക്ഷത്തേ നിൽക്കുള്ളൂ. അങ്ങനെ ഉള്ള പണച്ചാക്കുകളുടെ പക്ഷത്തേ ഇങ്ങനെയുള്ള പോലീസുമാരായാലും നിൽക്കുള്ളൂ. ഇതിപ്പോൾ എന്തായാലും പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അതുമാത്രമല്ല, യവന് ഇങ്ങനെ ഉള്ള ഒരു ഇതാണ്, അവരെ വീട്ടിലുള്ളവരാണ് യവനെ ഇങ്ങനെ ചെയ്തെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. അല്ലെന്ന് പറയാൻ പറ്റില്ല, അത് നല്ലതാണ്. ആ ഒരു പെൺകുട്ടിയുടെ ജീവൻ എടുത്തില്ലേ യവൻ. അപ്പം യവൻ ഇത്രയും ഒരു ക്രൂരനാണ് എന്നുള്ളത് ഓർമ്മ വേണം. 20 വയസ്സേ ആയുള്ളൂ. ഈ പെൺകുട്ടിക്ക് അത്യാവശ്യം ജീവിക്കാനൊക്കെ ഉള്ള ഒരിതാണ്. അവരെ വീട്ടുകാർ ബിസിനസ്സോ അങ്ങനെ എന്തൊക്കെയോ നടത്തുന്നുണ്ട്. അതിൻ്റെ പേരിൽ അവൻ തിന്ന് കൊഴുത്തതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പണമോഷണവും തുടങ്ങി. അതുപോലെ അവന് കഞ്ചാവടിയും തുടങ്ങി. ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ആയി. വേറുള്ള പരിപാടികളും കാണും. അതേ ഇനി അങ്ങനെ ആയി. ഇനി സഹോദരിയാണെന്നുള്ള രീതിക്ക് തിരിച്ചറിയാൻ വയ്യാത്ത രീതിക്ക് അവൻ ഇനി ആയോ എന്നും അറിയാൻ പറ്റൂല. പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ കാലം. നമ്മളെ ബന്ധുക്കാരെ ആയിരുന്നാലും സ്വന്തം സഹോദരങ്ങളെ ആയിരുന്നാലും തന്തമാരെ ആയിരുന്നാലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ഇന്നത്തെ കാലം. നല്ലവരായ തന്തമാരും സഹോദരങ്ങളെ അല്ല പറയണത്, അങ്ങനെയുള്ളവരും ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്.